ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. അബ്രഹാം സംഘത്തിൻ്റെ വിശ്വാസയാത്രയുടെ 3-ാം ഘട്ടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അബ്രഹാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു വച്ചു, മിസ്രൈമിൽ നിന്നും സമ്പാദിച്ചതെല്ലാം അബ്രഹാമിൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ ഒന്നൊന്നായി പത്തി വിടർത്തി വിഷം ചീറ്റുന്നു എന്ന്. അവയിൽ ഒന്നാമത്തേത് അധാർമികമായി സംഘടിപ്പിച്ച സമ്പത്താണ്. സമ്പത്തിനെ മാമോൻ എന്നാണ് കർത്താവ് വിശേഷിപ്പിക്കുന്നത്. അവിടെ തന്നെ കർത്താവ് പറയുന്നുണ്ട്, മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയില്ല എന്ന്. എൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ന് മിക്ക ആളുകളും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന നാട്യത്തിൽ മാമോനെ സേവിക്കുന്നവരാണ്. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. ദേശത്തിന് പോലും വഹിക്കാൻ വയ്യാത്തത്ര സമ്പത്ത് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആദ്യ പ്രശ്നം ബന്ധങ്ങളിൽ ഉണ്ടായ വിള്ളലാണ്. വാക്യം 7. ഇടയന്മാർക്കിടയിൽ ആദ്യമായി അസ്വസ്ഥതകൾ ഉണ്ടായി. ഇതുവരെ അവർ സാധാരണക്കാരായിരുന്ന സമയത്ത് എല്ലാം ശുഭമായിരുന്നു. അളവറ്റ ധനം അസ്വസ്ഥതകൾ ഉണ്ടാക്കും. കാരണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സമ്പത്ത് എവിടെയാണോ അവിടെ നിങ്ങളുടെ ഹൃദയവും ഇരിക്കും എന്ന്. അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന സമ്പത്ത് പൈശാചികമാണ്. ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങുന്ന ഒരാളിന് ഉണ്ടായിരിക്കേണ്ട ബോധം എന്താണ് എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കണം. തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും, വഴിക്ക് പൊക്കണവും 2 ഉടുപ്പും ചെരുപ്പും വടിയും കരുതരുത് എന്ന്. മറ്റൊരു വശത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. നമ്മുടെ വേദഭാഗത്ത് മടങ്ങി വരുന്ന അബ്രഹാം പഠിച്ച ഒരു വിലപ്പെട്ട പാഠം നമ്മയും പഠിപ്പിക്കുന്നു. അന്യായമായി ഉണ്ടാക്കിയത് തൻ്റെ ജീവിതത്തെയും തൻ്റെ തീരുമാനത്തെയും ഇല്ലായ്മ ചെയ്യും. ഈ ബോധ്യം വന്ന അബ്രഹാം പുഴുവും തുരുമ്പും കെടുത്തിക്കളയാത്ത സമ്പത്ത് ആർജിക്കാൻ ഒരുങ്ങുകയാണ്. ഇവിടെ അദ്ദേഹം അതിന് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നു. ലോത്തിനോട് പറയുന്ന വാചകങ്ങൾ നാം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. വാക്യം 8. നമുക്ക് തമ്മിൽ സമ്പത്തിൻ്റെ പേരിൽ പിണക്കം ഉണ്ടാകരുത്. കാരണം നമ്മൾ സഹോദരങ്ങളാണ്. കൂടാതെ നമ്മൾ പാർക്കുന്നത് വിജാതിയരുടെ ഇടയിലാണ്. ഇതാ മുഴുവൻ ദേശവും നിന്റെ മുൻപാകെ ഇരിക്കുകയാണ്. നിനക്കിഷ്ടമുള്ളത് നീ എടുത്തുകൊള്ളുക. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ അബ്രഹാം മണ്ടത്തരമാണ് ചെയ്തത് എന്ന് പറയാം. ലോത്തിൻ്റെ തീരുമാനം അത് ശരിവെക്കുകയും ചെയ്യുന്നു. കാരണം കിട്ടിയ അവസരം മുതലെടുത്ത് ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്ത് കിഴക്കോട്ട് യാത്രയായി. കൂടാരം മാറ്റി മാറ്റി അടിച്ച് സൊദോം വരെ എത്തി. എന്നാൽ 12-ാം വാക്യം പറയുന്നു, അബ്രഹാം കനാൻ ദേശത്ത് തന്നെ പാർത്തു എന്ന്. മിസ്രൈമിൽ നിന്ന് മടങ്ങി വന്ന അബ്രഹാം പറയുന്നു, അന്യായമായി സമ്പാദിച്ചതും മുമ്പിൽ കാണുന്ന ഈ ലോകത്തിൻ്റെ നീരോട്ടങ്ങളുമല്ല യഥാർത്ഥ സമ്പത്ത്. പിന്നെയോ പ്രപഞ്ചത്തിൻ്റെ ഉടയവനായ ദൈവമാണ് യഥാർത്ഥ സമ്പത്ത്. തുടർന്ന് എന്ത് സംഭവിച്ചുവെന്ന് 14-15 വാക്യങ്ങൾ വ്യക്തമായി വിവരിക്കുന്നു. ലോത്ത് കിഴക്കോട്ട് പോയി കഴിഞ്ഞപ്പോൾ യഹോവ അബ്രഹാമിനോട് അരുളിച്ചത്, നീ തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് തരും. വാക്യം 17 അതിമനോഹരമാണ്. നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, ഞാനത് നിനക്ക് തരും. അതാണ് ദൈവം, അതാണ് ഒരു ദൈവവൈതൻ്റെ അനുഗ്രഹം. സമ്പത്ത് അതിൽ തന്നെ ദോഷമല്ല. എന്നാൽ അതിനോടുള്ള ആർത്തി എല്ലാവിധ ദോഷത്തിനും കാരണമാകും.
അത് പ്രശ്നങ്ങൾ ഗുരുതരമാക്കും, വിവാഹ ബന്ധങ്ങളെ നശിപ്പിക്കും, സുഹൃത്ത് ബന്ധങ്ങളെ തകർക്കും, കുടുംബങ്ങളെ അസ്വസ്ഥമാക്കും, സഭകളെ പിളർത്തും. അത് ശ്രദ്ധിക്കാതെ പോയാൽ ക്യാൻസർ പോലെ അത് ജീവിതത്തെ ആകപ്പാടെ തകർത്ത് കളയും. ദൈവരാജ്യ മൂല്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അബ്രാം ഇവിടെ പ്രാവർത്തികമാക്കുകയാണ്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം എന്ന് നാം പിന്നീട് കർത്താവിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ദൈവരാജ്യത്തിൽ ഒരുവൻ താഴാൻ തയ്യാറാകുമ്പോഴാണ് അവന് ഉയർച്ച ഉണ്ടാവുന്നത്. ദൈവതമ്പുരാൻ ഈ വലിയ തത്വം ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പ്രായോഗികമാക്കി കാണിച്ചവനാണ്. പൗലോസ് അത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. 2-ാം അധ്യായം 6-7-8 വാക്യങ്ങളിൽ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ നീച മരണം വരെ ഏറ്റു. വാക്യം 9 അതിശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. The way up is down. Sometimes you have to lose in order to win. Often you must go down in order to rise. ലോകത്തിലെ പ്രഗത്ഭരായ ഓട്ടക്കാർ പങ്കെടുത്ത ഒരു ഓട്ട മത്സരം നടക്കുകയായിരുന്നു. കെനിയൻ അത്ലറ്റ് ആബേൽ മ്യൂഡായി, സ്പാനിഷ് അത്ലറ്റ് ഇവാൻ ഫെർണാണ്ടസ് തുടങ്ങിയ ലോകപ്രസിദ്ധ ഓട്ടക്കാരുമുണ്ട് മത്സരത്തിൽ. ഒന്നാമതെത്തിയ ആബേൽ ഫിനിഷിംഗ് ലൈൻ തിരിച്ചറിയുന്നതിലെ ആശയക്കുഴപ്പം മൂലം ലൈനിന് മുമ്പ് ഓട്ടം അവസാനിപ്പിച്ചു. കാര്യം മനസ്സിലാക്കിയ ഇവാൻ ആബേലിനോട് ഓട്ടം തുടരാൻ വിളിച്ചു പറഞ്ഞു. ഭാഷ അറിയാത്തതിനാൽ ആബേലിന് കാര്യം മനസ്സിലായില്ല. എന്നാൽ പിറകിൽ നിന്ന് ഓടിയെത്തിയ ഇവാൻ ആബേലിനെ പിറകിൽ നിന്ന് തള്ളി ഒന്നാമതെത്തിച്ചു. ഒരു പത്രക്കാരൻ അയാളോട് ചോദിച്ചു, താങ്കൾ അയാളെ തള്ളി വിട്ടില്ലായിരുന്നുവെങ്കിൽ വിജയം താങ്കളുടേതാകുമായിരുന്നില്ലേ? ഇവാൻ്റെ മറുപടി, വിജയപാതയിലായ ഒരാളുടെ ആശയക്കുഴപ്പത്തിൽ നിന്ന് ഞാൻ നേടുന്ന വിജയത്തിന് എന്ത് മേന്മയാണുള്ളത്? ഇന്നത്തെ കാലത്ത് വിജയ സൂത്രവാക്യങ്ങൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് എല്ലാവരും. ആരെ തള്ളി മറിച്ചിട്ടിട്ടായാലും എങ്ങനെയും വിജയിക്കണം എന്നത് മാത്രമാണ് അടിസ്ഥാന പ്രമാണം. പ്രത്യേകിച്ചും ക്രിസ്തീയ ആധ്യാത്മിക രംഗത്ത് ഇത് വളരെ പ്രകടമാണ്. എല്ലാവരും തോൽക്കുന്നത് കഴിവുകേട് കൊണ്ടല്ല, ചിലർ തോറ്റു കൊടുക്കുന്നതാണ്. തോൽവിയിൽ നിന്ന് സ്വയം പഠിക്കാൻ. മറ്റൊരാളെ തോൽപ്പിക്കുമ്പോഴാണ് വിജയിക്കുന്നതെന്ന് ചിന്തിക്കുന്ന, പഠിപ്പിക്കുന്ന ആധുനിക ലോകക്രമത്തിൻ്റെ പ്രതിനിധിയാണ് ലോത്ത്. സ്വയം തോറ്റുകൊടുത്ത് ആത്യന്തിക വിജയം നേടുന്ന ദൈവരാജ്യ ക്രമത്തിൻ്റെ പ്രതിനിധിയാണ് അബ്രാം. ദൈവവിളിയെപ്പോലും അന്യായമായ സമ്പത്ത് ഉണ്ടാക്കാനുള്ള അവസരമായി ഉപയോഗിക്കുന്ന ആധുനിക ദൈവമക്കൾക്ക് വെല്ലുവിളിയാണ് അബ്രാമിൻ്റെ സമ്പത്തിനോടുള്ള കാഴ്ചപ്പാട്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം 5-ാം വാക്യം, നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അത് ഇല്ലാതെയായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്കെന്ന പോലെ അത് ചിറകെടുത്ത് പറന്നു പോകും. ദൈവം തരുന്നതേ ശാശ്വതമായി നിലനിൽക്കുമെന്ന് അബ്രാമിൻ്റെയും ലോത്തിൻ്റെയും ശിഷ്ടജീവിതം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സ്വതവും ഒരു പക്ഷേ ഇന്ന് കണ്ണിനും കരളിനും ആനന്ദകരമായിരിക്കാം, എന്നാൽ നാളെ അവിടെ തീയും ഗന്ധകവുമാണ്. കനാൻ ഇന്ന് കനാന്യരുടെ അധീനതയിലായിരിക്കാം, എന്നാൽ നാളെ അത് നിനക്കും നിൻ്റെ സന്തതിക്കും പാലും തേനും വർഷിക്കുന്ന ഇടമാകും. God gives the best to those who leave the choice to him. ജീവിതത്തിലെ നിർണായകമായ അവസരങ്ങളിൽ അന്തിമ തീരുമാനം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ ദൈവം നമുക്ക് ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്ത് തരും എന്ന് സാരം. അടുത്ത അധ്യായത്തിൽ, അതായത് അധ്യായം 14, സമ്പത്തിനെക്കുറിച്ചുള്ള അബ്രാമിൻ്റെ പുതിയ കാഴ്ചപ്പാട് അരക്കിട്ടുറപ്പിക്കുന്ന ഒരു സംഭവം കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ സഹോദരപുത്രൻ ലോത്തിനെയും കുടുംബത്തെയും സൊദോമിൻ്റെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയപ്പോൾ അബ്രാമും സംഘവും അവരെ രക്ഷിക്കുന്നു. ആ രക്ഷപ്പെടുത്തലിലൂടെ സൊദോം രാജാവിൻ്റെയും സഖ്യകക്ഷികളുടെയും ശത്രുസഖ്യത്തെയാണ് അവർ പരാജയപ്പെടുത്തിയത്. യുദ്ധത്തിൽ പിടിച്ചടക്കിയ സമ്പത്തെല്ലാം അബ്രാമിന് മുമ്പിൽ വെച്ചിട്ട് സൊദോം രാജാവ്, ഇതെല്ലാം നീ എടുത്തുകൊള്ളുക എന്ന് പറയുമ്പോൾ അബ്രാം പറയുന്ന മറുപടി,
22, 23 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നത ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. അടുത്തതായി മിസ്രയീമിൽ നിന്നും അബ്രാം സമ്പാദിച്ച മറ്റൊരു സമ്പാദ്യം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി മാറുകയാണ്. വേദപുസ്തകം പറയുന്ന ഒരു ശാശ്വത സത്യം, നാം ഈ പാപലോകത്തിൽ ജീവിക്കുന്ന ആളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാപത്തോട് പോരാടിയേ ജീവിക്കാൻ കഴിയൂ എന്നതാണ്. ഏദൻ തോട്ടത്തിൽ സംഭവിച്ച ആ വലിയ വീഴ്ചയുടെ നിഴൽ നമ്മിൽ അവശേഷിക്കുന്നതാണ് കാരണം എന്ന് പറയാം. 15-ാം അധ്യായത്തിൽ ദൈവം അബ്രാമിനോട് ഒരു ഉടമ്പടിയിൽ പ്രവേശിക്കുകയാണ്. ആ ഉടമ്പടിയിലൂടെ അബ്രാമിന് ദൈവം വാഗ്ദാനം ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്. പ്രസ്തുത അധ്യായത്തിൻ്റെ ആദ്യ പകുതിയിൽ സന്തതിയെ നൽകാമെന്നും 2-ാം പകുതിയിൽ ദേശം നൽകാമെന്നുമാണ് വാഗ്ദാനം. 12-ാം അധ്യായത്തിൽ അബ്രാമിനെ വിളിക്കുമ്പോൾ തന്നെ നൽകിയ വാഗ്ദാനമാണത്. അന്ന് വയസ്സ് അബ്രാമിന് 75. പിന്നെ പല പ്രാവശ്യം വാഗ്ദാനം ആവർത്തിച്ചു. ഒന്നും നടക്കാതെ വന്നപ്പോൾ അല്പം നിരാശനായ അബ്രാമിന് വീണ്ടും ഉടമ്പടിയിലൂടെ ദൈവം തൻ്റെ വാഗ്ദാനം ഉറപ്പിക്കുന്നു. എന്നിട്ടും 16-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ നിരാശാജനകമായൊരു പ്രയോഗത്തോടെയാണ്. അബ്രാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. ഇപ്പോൾ അബ്രാമിന് വയസ്സ് 85, 10 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ അവസരത്തിൽ സാറായിയുടെ കണ്ണുകൾ മിസ്രയീമിൽ നിന്ന് അബ്രാം സംഘം സമ്പാദിച്ച പെൺകുട്ടിയുടെ മേൽ പതിക്കുന്നു. ഹാഗാർ എന്നാണ് അവളുടെ പേര്. അവളിപ്പോൾ യൗവനയുക്തയായിരിക്കുന്നു. സാറായി ഹാഗാറിനെയും കൊണ്ട് അബ്രാമിനെ സമീപിക്കുന്നു. വാക്യം 2. 4 കാര്യങ്ങൾ ഈ വാക്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നു. എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും ഒരുപക്ഷെ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും. അബ്രാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. ആധുനിക വായനക്കാരന് ഈ നടപടിയിൽ അത്ഭുതം തോന്നിയേക്കാം. എന്നാൽ അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഇതൊന്നും അസ്വാഭാവികമല്ല. തലമുറകളുടെ നിലനിൽപ്പിനായി അന്നത്തെ സമൂഹം പുലർത്തിപ്പോന്ന ഒരു നടപടിക്രമം മാത്രമാണിത്. അബ്രാമിന് സന്തതിയെ നൽകാമെന്നല്ലാതെ ആരിലൂടെ എന്ന് ദൈവം പറഞ്ഞില്ല എന്നതാവാം സാറായിക്കും അബ്രാമിനും ഇങ്ങനൊരു ബുദ്ധി തോന്നാൻ കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ലോകപ്രകാരം ശരി എന്ന് തോന്നുമെങ്കിലും അബ്രാമിൻ്റെ വിശ്വാസ ജീവിതത്തിലെ മറ്റൊരു പരാജയത്തിന് മിസ്രയീമിലെ മറ്റൊരു സമ്പാദ്യം കാരണമാവുകയാണ്. വിശ്വാസത്താൽ വേണം ഒരു ദൈവപൈതൽ നടക്കാൻ, അല്ലാതെ കാഴ്ചാപരിധിക്കുള്ളിൽ കാണുന്നതിൽ മാത്രമല്ല. 2 കൊരിന്ത്യർ 5:7. അവർ കാത്തിരിക്കാൻ തയ്യാറായില്ല. ദൈവത്തിൻ്റെ വാക്കിൽ ഉറപ്പില്ലാതെ പോയി. പകരം സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുകയും ലോകത്തിൻ്റെ സമ്പ്രദായത്തെ പിന്തുടരുകയും ചെയ്തു. ഒരു ദൈവപൈതലിന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത പരാജയങ്ങളാണ് ഇവിടെ സംഭവിച്ചതെല്ലാം. ഒറ്റ നോട്ടത്തിൽ അവരുടെ പദ്ധതി വിജയിച്ചു. കാരണം ഹാഗാർ ഗർഭം ധരിച്ചു. വാക്യം 4. എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് ഹാഗാർ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിതയായി. പാപത്തിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ. ഇവിടെ ദാസി യജമാനത്തിയാകുന്നു. യജമാനത്തിയെ അവൾക്ക് പുച്ഛമാകുന്നു. തൻ്റെ യജമാനൻ്റെ സന്തതിയെ പ്രസവിച്ചാൽ കണക്കില്ലാത്ത സമ്പത്തിൻ്റെ യജമാനത്തിയാകാൻ പോകുന്നു എന്ന ഒറ്റ ചിന്ത കൊണ്ട് തന്നെ ആരോടും പുച്ഛം തോന്നും. സാറായി സ്വയം വരുത്തി വെച്ച വിന. വാക്യം 5. എന്നാൽ സാറായി അബ്രാമിനോട് എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി എന്ന് പറയുന്നു. മിസ്രയീമിൽ നിന്ന് സംഘടിപ്പിച്ച ലൗകിക അനുഗ്രഹം ഇതുവരെ സ്വച്ഛമായിരുന്ന ഭാര്യാഭർത്തൃ ബന്ധത്തെ കലുഷിതമാക്കി എന്ന് നമുക്ക് കാണാം. 6-ാം വാക്യം. സാറായി ഗർഭിണിയായ ഹാഗാറിനോട് കാഠിന്യം തുടങ്ങി. അതിൻ്റെ ഫലമായി ഹാഗാർ സാറായെയും ഭവനത്തെയും വിട്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. എന്തൊരു ഭയങ്കരമായ അവസ്ഥയാണ്! ഒരു ദൈവപൈതലിൻ്റെ ഭവനത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുകയാണ് അവിടെ. അതുകൊണ്ട് ആ ഭവനത്തിലെ എല്ലാവരുടെയും സ്വസ്ഥത നശിക്കുകയാണ്. മരുഭൂമിയിൽ ഹാഗാറിനെ കണ്ടുമുട്ടുന്ന ദൈവദൂതൻ അവൾ പ്രസവിക്കാൻ പോകുന്ന സന്തതിയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഭാവി മുഴുവൻ
സംഘർഷഭരിതമായിരിക്കും എന്നതിന് തെളിവുകളാണ്. വാക്യം 12, അവൻ കാട്ടുകഴുതയെപ്പോലെയുള്ള മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായിരിക്കും. എല്ലാവരുടെയും കൈ അവന് വിരോധമായിരിക്കും. അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും. ഓരോ പാപത്തിനും, അത് വലുതാകട്ടെ ചെറുതാകട്ടെ, ദൂരവ്യാപകമായ ദോഷഫലങ്ങൾ ഉണ്ടാവും, ഇന്നല്ലെങ്കിൽ നാളെ. അവയിൽ ചിലത് കാലങ്ങളോളം നീണ്ടു നിൽക്കും. അബ്രാമും സാറായിയും ചെയ്ത ഒരു അരുതാഴികയുടെ ദൂഷ്യഫലം ഇന്നും ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സദൃശ്യവാക്യങ്ങൾ 14-ാം അധ്യായം 12-ാം വാക്യം പറയുന്നത്, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. സങ്കീർത്തനം 27:14 പറയുകയാണ്, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. എന്നാൽ ഹീബ്രു ബൈബിളിൽ വെയിറ്റ് ഫോർ യാഹ്വേ എന്നാണ് കാണുന്നത്. മിക്ക ഇംഗ്ലീഷ് പരിഭാഷകളിലും വെയിറ്റ് പേഷ്യൻ്റ്ലി ഫോർ ദ ലോർഡ് എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. വെയിറ്റ് എന്ന വാക്കിന് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത്. നമ്മുടെ ദൈവം എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനാണ്. ഒന്നും അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. എന്നാൽ എടുത്തിയാട്ടക്കാർക്ക് വന്നു ഭവിക്കുന്നത് എപ്പോഴും ദുരന്ത അനുഭവങ്ങളായിരിക്കും. വിശ്വാസ ജീവിത വഴിയാത്രയിൽ വിശ്വാസികളുടെ പിതാവിന് വന്നു ഭവിച്ച വഴിത്തിരിവ് ഉണ്ടാക്കി വെച്ച വിനകളാണ് നാം ഇതുവരെ കണ്ടത്. മരുഭൂമിയിൽ ദൈവദൂതൻ ഹാഗാറിനെ കണ്ടെത്തുന്നു. നീ നിൻ്റെ യജമാനത്തിയുടെ അടുക്കൽ ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കണം എന്ന് കൽപ്പിക്കുന്നു. ആ വാക്ക് കേട്ട് അവൾ മടങ്ങുകയാണ്. 16-ാം അധ്യായം അവസാനിക്കുമ്പോൾ ഹാഗാർ ഇശ്മായേലിനെ പ്രസവിക്കുന്നു. അന്ന് അബ്രാമിന് 86 വയസ്സ്. അടുത്ത അധ്യായം 17 ആരംഭിക്കുന്ന വാചകം അബ്രാമിന് 99 വയസ്സായപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഇതിനിടയിൽ നീണ്ട 13 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നിരിക്കാൻ ഒരു സാധ്യതയുമില്ല. ഞാൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ പുറമേ ലോകം കാണുന്ന പ്രശ്നങ്ങളെക്കാൾ ഉപരി നമ്മളിൽ ഉണ്ടാക്കുന്ന വേദനയും നീറ്റലും നിരന്തരം കത്തുന്നെങ്കിലും വെന്തുപോകാത്ത മുൾപടർപ്പ് പോലെയാണ്. ആ വീട്ടിനുള്ളിലെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ശാന്തമായി ധ്യാനിക്കാൻ ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്. ഹാഗാറിനോട് ദേഷ്യമുള്ള, അസൂയയുള്ള സാറായി. ആ കുടുംബത്തിലെ അന്തരീക്ഷമാകെ തകരാറിൽ. പിന്നീട് വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇശ്മായേൽ ആ വീട്ടിലുണ്ടാക്കുന്ന അസ്വസ്ഥതയെക്കുറിച്ച് നമുക്ക് പിന്നെ കാണാം. 13 വർഷങ്ങൾ ആ വീട്ടിലെ അന്തരീക്ഷം നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഭാഗം ഞാൻ നിങ്ങൾക്ക് വിട്ടിട്ട് മുന്നോട്ട് പോവുകയാണ്. 17-ാം അധ്യായത്തിൽ എല്ലാം കാണുകയും കേൾക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവം തനിക്ക് വേണ്ടി ഒരു ജനത്തെ ഒരുക്കാനുള്ള പുതിയ ക്രമീകരണങ്ങളിലാണ്. 99 വയസ്സുള്ള അബ്രാമിന് ദൈവം പ്രത്യക്ഷനാകുന്നു. അബ്രാമിനോട് പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. വളരെ അർത്ഥവത്തായ 2 പ്രയോഗങ്ങളാണ്. ദൈവം സർവശക്തനാണ്. ഐ ആം ദ ലോർഡ് ഓൾമൈറ്റി. ഹിബ്രു ബൈബിളിൽ എൽ ഷദായ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാക്ക് വിശദീകരിക്കാൻ പ്രയാസമുള്ളൊരു വാക്കാണ്. എന്നാൽ ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നെക്കൊണ്ട് എന്തും ചെയ്യാൻ കഴിയും, എനിക്ക് അസാധ്യമായത് ഒന്നുമില്ല എന്ന് ദൈവം അബ്രാമിനെ ബോധ്യപ്പെടുത്തുകയാണ്. വേദപുസ്തകത്തിലെ 2 നിർണായകമായ സമയങ്ങളിൽ ഈ വാക്ക് ആവർത്തിക്കുന്നുണ്ട്. അബ്രാമിനോടും സാറായിയോടും ദൈവം പറയുന്നു, ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സമയത്ത് ഉൽപ്പത്തി 18:14 യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ ദൂതൻ മറിയോട് പറയുന്നു. ലൂക്കോസ് 1:37 ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇവിടെ അബ്രാമിനോട് പറയുന്ന അടുത്ത വാചകം, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്നാണ്. ദൈവവിളി കേട്ടിറങ്ങി കനാനിലെത്തിയ ശേഷം
താൻ ചെയ്തു പോയ എല്ലാ മഠയത്തരങ്ങളും അറിയാവുന്ന ദൈവം പറയുന്നു, ഇനി നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാൻ. താൻ ചെയ്തു പോയ എല്ലാ അപരാധങ്ങളുടെയും തിക്തഫലങ്ങൾ ഒന്നൊന്നായി അനുഭവിക്കുകയും അതിലൂടെ തൻ്റെ തെറ്റുകളെ തിരിച്ചറിയുകയും ചെയ്ത അബ്രാമിനോട് ശാശ്വതമായ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നീ ഇനി അബ്രാമല്ല, അബ്രഹാമാണ്. അർത്ഥം ബഹുജാതികളുടെ പിതാവ് എന്നാണ്. ഞാൻ നിന്നെ അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും, നിന്നോടും നിൻ്റെ തലമുറകളോടും ശാശ്വതമായ നിയമം ഉണ്ടാക്കും. കനാൻ ദേശമൊക്കെയും നിങ്ങൾക്ക് ശാശ്വത അവകാശമായി തരും. അതുമാത്രമല്ല, ദൈവം അബ്രാമിനോടും മറ്റു മനുഷ്യരോടും ഉടമ്പടിയുടെ ഉറപ്പിനായി പ്രമാണിക്കേണ്ട ഒരു കാര്യം നിഷ്കർഷിക്കുകയാണ്. അതായത് ദൈവജനത്തിൻ്റെ ഇടയിലെ എല്ലാ പുരുഷപ്രജയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും വില കൊടുത്ത് വാങ്ങിയവനായാലും ശരി, പരിച്ഛേദന ഏൽക്കണം. ഇനി ആരെങ്കിലും അത് ഏൽക്കാൻ തയ്യാറായില്ലെങ്കിൽ അവരെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. തുടർന്ന് സാറായിക്കും വ്യക്തമായ നിർദ്ദേശവും വാഗ്ദത്തവും നൽകുന്നു. സാറായിയുടെ പേരും മാറ്റുകയാണ്, സാറ എന്ന. സാറായിക്ക് ഒരു മകനെ നൽകും. ആ മകനിലൂടെ അവൾ ജനതകളുടെ മാതാവായി മാറാൻ പോകുന്നു. രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കും. ഇവയോടുള്ള അബ്രാമിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. വാക്യം 17. ഇത് കേട്ട അബ്രാം കവിണ്ണ് വീണ് ചിരിക്കുന്നു. വീണ്ടും ദൈവം തൻ്റെ വാഗ്ദത്തത്തെ കുറെ കൂടെ വ്യക്തമാക്കുകയാണ്. ആരിലൂടെ എങ്ങനെ തൻ്റെ ജനത്തെ രൂപീകരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമാക്കുകയാണ്. നിൻ്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് ഇസഹാക്ക് എന്ന് നീ പേരിടണം. ഇസഹാക്കിനോടും അവൻ്റെ ശേഷം അവൻ്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും. അടുത്ത ആണ്ട് ഈ സമയത്ത് ഇസഹാക്ക് ജനിക്കും. എന്തൊരു വാഗ്ദത്തങ്ങളാണ് അബ്രാമിൻ്റെ പ്രതികരണങ്ങൾ. 2 പ്രാവശ്യം ഈ അധ്യായത്തിൽ നാം കാണുന്നു. വാക്യം 3:17 അബ്രാം സാഷ്ടാംഗം വീണു എന്ന സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ പ്രതീകം. അതായത് അബ്രാം അവനെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയായി പൂർത്തീകരണത്തിനായി സമർപ്പിക്കുകയാണ്. 2 വാക്യം 23 ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ പുരുഷപ്രജ മുഴുവൻ പരിച്ഛേദന കഴിച്ചു. അന്ന് തന്നെ ഓൺ ദാറ്റ് വെരി ഡേ പരിച്ഛേദന കഴിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 99 വയസ്സുള്ള അബ്രാമും 13 വയസ്സുള്ള ഇസ്മായേലും വീട്ടിൽ ജനിച്ച ദാസന്മാരും വിലയ്ക്ക് വാങ്ങിയവരുമായി എല്ലാവരും പരിച്ഛേദന കഴിച്ചു. അബ്രാമിൻ്റെ വിശ്വാസയാത്രയിലെ അടുത്ത ഘട്ടം പിന്നാലെ നമുക്ക് ധ്യാനിക്കാം. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളുടെ പിതാവായ അബ്രാം നമ്മെ പഠിപ്പിക്കുന്ന ചില വലിയ പാഠങ്ങളാണ് നാം ഇവിടെ ധ്യാനിച്ചത്. അബ്രാമിൻ്റെ വിശ്വാസയാത്രയിലെ അടുത്ത ഘട്ടം നാം ധ്യാനിക്കുന്നത് വരെ ദൈവജനം എന്ന സമൂഹത്തിൻ്റെ ഭാഗമാകാൻ ആവശ്യമായ സമർപ്പണവും അനുസരണവും നമുക്കുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പി തോമസ് അച്ഛൻ.